ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 23 34 മുതൽ 36 വരെ. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരെഖ്യാവിൻ്റെ മകനായ സഖര്യാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കപടഭക്തിയെ നിശിതമായി വിമർശിച്ച കർത്താവ് അതിൻ്റെ അവസാന ഭാഗത്ത് അവരോട് പറയുന്നതാണ് നമ്മൾ വായിച്ച വേദഭാഗം. പ്രവാചകന്മാരെ കൊന്നുകളയുകയും പ്രവാചകന്മാരുടെ ശവക്കല്ലറകളെ അലങ്കരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം നിറഞ്ഞ പ്രവർത്തനത്തെ, അതായത് പ്രവർത്തനവും വിശ്വാസവും തമ്മിൽ ബന്ധമില്ലാത്ത പൊരുത്തക്കേടുകളെയൊക്കെ കർത്താവ് തുറന്ന് കാട്ടി. അതിനുശേഷമാണ് ഇവിടെ പറയുന്നത് പ്രവാചകന്മാരെ അയക്കുകയും അവരെ നിങ്ങൾ കൊല്ലുകയും ക്രൂശിക്കുകയും ഒക്കെ ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ദാരുണമായി കൊല ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഹാബേൽ. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിൽ പ്രവാചകനായ സഖരിയ യൂദയിലെ ജോഷുവയുടെ കാലത്ത് വധിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. 2 ദിനവൃത്താന്തം 24 അധ്യായത്തിൽ. എബ്രായ ബൈബിളിൽ അവസാനത്തെ പുസ്തകമാണ് ദിനവൃത്താന്തം. അതുകൊണ്ട് ദാരുണമായി കൊല ചെയ്യപ്പെട്ട അവസാനത്തെ വ്യക്തിയായി സഖര്യാവിനെ കണക്കാക്കുന്നു. അതായത് ആദി മുതൽ അന്ത്യം വരെയുള്ള എല്ലാ കൊലപാതകങ്ങൾക്കും അവരോട് കണക്ക് ചോദിക്കും. ആബേൽ മുതൽ സഖര്യാവ് വരെയുള്ള നിഷ്കളങ്കരായ മനുഷ്യരുടെ ചിന്തപ്പെട്ട രക്തം പേറാനാവാത്ത ഭാരമാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. പിതാക്കന്മാരുടെ നന്മയും പിതാക്കന്മാരുടെ തിന്മയും തലമുറകളെ എത്ര കണ്ട് ബാധിക്കും, പിന്തുടരുമെന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ മറ്റൊരു രൂപകമായി കർത്താവ് ഇതിനെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ മേൽ വരും, മറ്റ് പരിഭാഷയിലൊക്കെ നിങ്ങളുടെ മേൽ പതിക്കും. ഇവയെല്ലാം ഈ തലമുറയ്ക്ക്, അതായത് ജെറുസലേം ദേവാലയവും ആയിരക്കണക്കിന് യഹൂദരും ക്രിസ്തുവർഷം 70-ാം ആണ്ടിലെ യഹൂദ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടു. അത് അവരുടെ മേലുള്ള ദൈവ കോപമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ മത മേധാവികൾക്കും മതവിശ്വാസികൾക്കും യേശു മുന്നറിയിപ്പ് നൽകുന്നു. ദൈവശാസ്ത്രരഹിതവും ഉപരിപ്ലവുമായ ബാഹ്യാനുഷ്ഠാനങ്ങളിൽ മതത്തെ തളച്ചിടരുതെന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. നിയമത്തിൻ്റെ നൂലാമാലകൾ കൊണ്ട് ഹൃദയം കഠിനമാക്കരുത്. മനുഷ്യത്വപൂർണമായ സമീപനം ഏത് നിയമം വ്യാഖ്യാനിക്കുന്നതിലും ഉണ്ടായിരിക്കണം. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഒത്തുചേരുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥ ക്രിസ്ത്യാനികളായി ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. കർത്താവ് ആരംഭത്തിൽ പറയുന്നു, പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കും. പഴയ നിയമപ്രവാചകന്മാരെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും അവരുടെ അടുക്കലേക്ക് അയച്ചു. യേശുവിന് ലഭിക്കാൻ പോകുന്ന ക്രൂശുമരണം അവർക്കും ലഭിക്കുമെന്ന് മുൻകൂട്ടി പറയുന്നു. ഇങ്ങനെ യഹൂദൻ്റെ ദൈവവിരോധം യേശുവിനെ നിരസിച്ചതുകൊണ്ട് മാത്രമല്ല, അവൻ്റെ ശിഷ്യന്മാരെ പീഡിപ്പിക്കുന്നതിനാലും അവരെ താങ്കൾക്ക് വരാൻ പോകുന്ന ശിക്ഷാവിധിക്ക് കൂടുതൽ കൂട്ടിവെക്കുന്നതായും രേഖപ്പെടുത്തുകയാണ്. ഹാബേലിൻ്റെ രക്തത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദൈവം കയീനോട് പറയുന്നു, നിന്റെ സഹോദരൻ്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. അപ്പോൾ ഹാബേലിൻ്റെ രക്തം വീണ് മലിനമാക്കപ്പെട്ട ഭൂമിയിൽ
യേശു ക്രിസ്തുവിൻ്റെ നിർദോഷമായ രക്തം ചിന്തപ്പെട്ടു എന്നാണ് എബ്രായ ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത്. ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്നാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തിന് പകരമായി, പ്രവാചകന്മാരുടെ രക്തത്തിന് പകരമായി ക്രൂശീകരണത്തിലൂടെ ക്രിസ്തുവിൻ്റെ രക്തം, അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം നൽകാൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ക്രിസ്തീയ രക്ഷാ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിപ്പാനും അത്രമാത്രം വിനയത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും നമ്മുടെ നിയമങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കാനും പാലിക്കാനുമുള്ള കൃപ ദൈവമേ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ ഈ ശാസ്ത്രിമാരോടും പരീശന്മാരോടും ദൈവം തമ്പുരാൻ വിരൽ ചൂണ്ടി മുഖത്ത് നോക്കിയ ചോദ്യങ്ങൾ നമ്മുടെ മേലും വരും എന്ന ഭയത്തോടെ ജീവിപ്പാൻ ഇടവരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നന്മയ്ക്കായി നൽകിയിരിക്കുന്ന നിയമങ്ങളെയും വ്യവസ്ഥകളെയും മനുഷ്യത്വപൂർണമായും ദൈവസ്നേഹത്തിലും അതിനെ പാലിക്കാനും പിന്തുടരുവാനും സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾക്കായി സ്തോത്രം. പകലിൻ്റെ നന്മകൾ നൽകി ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ കൃപയിൽ ആശ്രയിക്കുന്നു. യേശു മിശിഹയുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും കരുണയും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.